അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 6106 നമ്പറായി കൊമ്പണ്ണങ്കത്ത ഹദീസ്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമയാണ് ചൊല്ല് അന്ന മുആദ് ഇബ്നു ജബലിൻ റളിയല്ലാഹു അൻഹു കാന യുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രസിദ്ധരായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. സുമ്മ യഅതി ഖൗമഹു, പിന്നെ തൻ്റെ കൗമുടെ മുട്ട പണ്ട് ഫയുസല്ലി ബിഹിമുസ്സല, അങ്ങളെ കൊണ്ട് നിസ്കരിക്കുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചെന്നെങ്കിൽ വലിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, എൻ്റെ ഉമ്മത്തിൽ ഹലാൽ ഹറാമ് കൊണ്ട് ജാസ്തി ഗൊന്തുള്ളത് മുആദ് റളിയല്ലാഹു അൻഹുവാണ്. അന്ത്യനാളിൽ അമാമൽ ഉലമാ, പണ്ഡിതന്മാരെ മുന്നിൽ നടക്കിടങ്കെത്ത ആളാണ് സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ മഹാൻ്റെ വകയാണ് ചൊല്ല്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ഇശാ നിസ്കരിക്കുക. എന്നിട്ട് തൻ്റെ കൗമുടെ മുട്ട പോണ്ടു ഫയുസല്ലി ബിഹിമുസ്സല, അങ്ങളൊട്ടിಗೆ നിസ്കരിക്കുക ഇശാ. ഫഖറഅ ബിഹിമുൽ ബഖറ, അങ്ങനെ ഒരു നാൾ അൽ ബഖറ സൂറത്താണ് ഓതിയത്. അപ്പോഴുണ്ട് ഫതജവ്വസ റജുലുൻ ഫസല്ല സ്വലാത്തൻ ഖഫീഫ, വേറെ ഒരാൾ ഈ നിസ്കാരത്തൊട്ടിയെ കൂടാണ്ട് വേറെ സെപ്പറേറ്റ് നിസ്കരിച്ചിട്ട് അയാൾ പെട്ടെന്ന് നിസ്കരിച്ച് പോയിട്ട് ഇത് മുആദ് റളിയല്ലാഹു അൻഹു എത്തിത്ത് ഇന്നഹു മുനാഫിഖ്, മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ജമാഅത്ത് കൂടിയില്ലല്ലോ, സെപ്പറേറ്റ് നിസ്കരിച്ചിട്ട് അയാൾ എന്തോ കപട്ട വിശ്വാസി ആയിടാ. അത് ഈ ആൾക്ക് എത്തിത്ത് അയാൾ നേരെ കേസുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വയ്ത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ചെന്ന് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഖൗമുൻ നഅമലു ബിഐദീന, ഞങ്ങൾ കൈ കൊണ്ട് പണിയെടുക്കണമെങ്കിൽ ആൾമാരാണ്, പിന്നെ കൃഷിക്ക് തണ്ണിയെല്ലാം തരിപ്പാട്ടിറങ്ങിക്കത്തെ കൂട്ടിറങ്ങിക്കത്തെ ആൾമാരാണ്. മുആദ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞ രാത്രി ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചിട്ട് അൽ ബഖറ സൂറത്താണ് ഓതിനെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച നക്കതിൽ കൂടുതൽ ടൈമില്ല, നാണ് മുനാഫിഖൻ ചൊന്തയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു വിളിപാട്ടിത്ത് ഫഖാൽ യാ മുആദ് അഫത്താനുൻ അൻത അഫത്താനുൻ അൻത അഫത്താനുൻ അൻത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടിയെ 3 വട്ടം കേടുത്തിട്ടാണ് നിങ്ങൾ ഫിത്നാക്കടങ്കെത്ത ആളാ. അങ്ങനെ സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു എത്ര വലിയ ആളാണ്. ആ മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബിയായ ശിഷ്യക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി കൊടുത്തോണ്ടുണ്ടു നീ എന്തി ഇങ്ങനെ ഫിത്ന അയക്കാറ്. അഥവാ ഈ സ്വഹാബി അയാൾ പെട്ടെന്ന് നിസ്കരിച്ച് പോണ്ടു ചൊന്നെങ്കിൽ സുബൈക്ക് എണിച്ചിട്ട് വേഗം സർത്തുക അയാൾക്ക് പോണു. അങ്ങനെ കുറേ നേരം നിൽക്കുക ആവില്ലേ. അവിടെ അൽ ബഖറ ഓതുമ്പോൾ നക്ക് ബുദ്ധിമുട്ടായിട്ട് നിസ്കരിക്കുക ആവില്ലേ. അവിടെ പിന്നെ ആ ഹദീസിൽ നീണ്ട വിഷയമാണ്. അവിടെ കേക്കിട് സ്വഹാബിരൊട്ടിಗೆ നീ എന്താണ് നിസ്കാരത്തിൽ ചൊല്ലേ. അപ്പോൾ അയാൾ ചൊല്ല അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ, സ്വർഗം കേൾക്കടെ നരകത്തിൽ നിന്ന് കാവൽ കേൾക്കടെ. പിന്നെ അമാ ഇന്നി ലാ ഉഹ്സിനു ദന്തനതക വലാ ദന്തന മുആദ്, പിന്നെ നിങ്ങളതും മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന കുറേ അദ്കാർ കാര്യങ്ങളെല്ലാം ഇക്കു അത് നക്ക് ഗൊന്തില്ല നബി എന്ന് ചൊല്ല അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു വഹൗലഹാ നുദന്ദിൻ, പിന്നെ ഞങ്ങും അതിരെ ചുത്തയല്ലേ ഉള്ളേ. ഇയാൾ സ്വർഗം കേൾക്കട് നരകത്തിൽ നിന്നു കാവൽ കേൾക്കടെ, ഞങ്ങും ഈ പണിയാക്കടെ അതുക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അപ്പോൾ അത് ഹദീസിന്റെ ബാക്കി ഭാഗമാണ്. കൂടെ മുആദ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിച്ചപ്പോൾ അൽ ബഖറ സൂറത്ത് ഓതിത്ത് ബാക്കിലുള്ള എനിക്കെത്ത ആൾമാർക്ക് ബുദ്ധിമുട്ടായിട്ട് അഥവാ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പോണു ഞങ്ങൾക്ക് വേറെ സ്വറവുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളൊട്ടിയെ ചൂടായല്ല മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടാണ് കേൾക്കടെ അഫത്താനുൻ അന്ത, നിങ്ങൾ എന്തി ആൾമാർക്ക് ബുദ്ധിമുട്ടാക്കിടാറ് 3 വട്ടാണ് കേട്ടോണ്ടുള്ളേ. കൂടെ ഈ ഹദീസ് ഞാൻ എന്തിക്ക് ചൊന്നെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ചൊല്ലത് വളരെ സൗന്ദര്യമുള്ള എനിക്കെത്ത ധർമ്മമാണ്, ഒരിക്കലും സങ്കീർണമല്ല, ഒരാൾക്കും ബുദ്ധിമുട്ടാക്കുക ഉദ്ദേശിക്കില്ല, ബുദ്ധിമുട്ടല്ല. ഇസ്ലാം ചൊന്നെങ്കിൽ ഏറ്റവും നല്ല ധർമ്മമാണ്, ആർക്കും ഉൾക്കൊള്ളുക സ്വീകരിക്കുക പറ്റിയെത്ത ധർമ്മമാണ്. ഒരു എറുമ്പുക പോലും ബുദ്ധിമുട്ടാക്കണ്ടാൻ ചൊന്ന് വഴിപാട്ടിക്കെത്ത മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനാണ്, എല്ലാവരെയും പരിഗണിക്കണു, എല്ലാവരെയും ശ്രദ്ധിക്കണു, ഒരാളെ പോലും ബുദ്ധിമുട്ടാക്കണ്ട. നിങ്ങൾക്ക് സദക്ക കൊടുക്കുക ആയില്ലെങ്കിൽ അവിടെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തല്ലേ, നീ ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കുക പോകണ്ട, ലോകത്ത് നീ ആക്കടെ ഏറ്റവും വലിയ സ്വതക്ക അതാണ്. ഇത് ഓരോരുത്ത മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. എനിക്കെത്ത വിഷയമാണ് നൻ്റെ ഇബാദത്ത് കൊണ്ട് പിന്നൊരാൾക്ക് ബുദ്ധിമുട്ടാവുക തീരാ. എത്ര വലിയ വിഷയമാണിത്, എത്ര വലിയ വിശാലമായ ധർമ്മമാണ്, വിശാലമായ മനസ്സാണ് നമുക്ക് ഇസ്ലാം വഴിപാട്ടിത്തണ്ടേ. അപ്പോൾ ഇസ്ലാം സങ്കീർണമല്ല, ഒരാളെയും ബുദ്ധിമുട്ടാക്കില്ലേ. സങ്കീർണ ആക്കട ബുദ്ധിമുട്ടാക്കടാന്ന് ചൊന്നെങ്കിൽ അത് ഞങ്ങളെ കൊണ്ടാണ്. അവിടെ ഇന്ന ഹാദ ദീന യുസ്റുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഈ ദീൻ അത് വളരെ സുലഭമാണ്, സങ്കീർണാക്കടെ അതൊരു ഭയങ്കര ഒരു ഇക്കട്ടാക്കി വെക്കടെ അത് ഞങ്ങമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കീർണാക്കില്ല, ബുദ്ധിമുട്ടാക്കില്ല. ഇസ്ലാമുടെ സൗന്ദര്യത്തെ മുഖാണത്.
അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ് വെറും ഇബാദത്തുകളിൽ കുത്തിമരങ്കത്തെ ധർമ്മമല്ല ഇസ്ലാം. വെറും നിസ്കരിക്കണു, വെറും നോമ്പെടുക്കണു, ഈ ഇബാദത്തുകൾ നിങ്ങൾ ചെമ്മാക്കറു, ആർഗു പതറാക്കിയങ്കാവൂ, ആർഗു ബുദ്ധിമുട്ടാക്കിയങ്കാവൂ, അതല്ല. ഇബാദത്തുകൾ ആക്കടെതിരെ ഒട്ടിಗೆ നല്ല സംസ്കാരങ്ങൾ വേണു. ആൽമാരൊട്ടിಗೆ എങ്ങനെ കൂടരെ അത് പഠിക്കണു, ആൽമാർക്ക് സഹായ ആക്കಡೆ എങ്ങനെ, ഹെൽപ്പ് ആക്കಡೆ എങ്ങനെ, ഇങ്ങനത്തെ നല്ല കൾച്ചർ പടിപാട്ടി എനിക്കത്തെ ധർമ്മമാണ് ഇസ്ലാം. നൻ്റെ ഒരു പലക്ക കൊണ്ടു, നൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടു, നൻ്റെ ഒരു നോട്ടം കൊണ്ടു ഒരാൾക്കും ബുദ്ധിമുട്ടാവൂ തീരാൻ ചൊന്നിട്ട് പടിപാട്ടിയെങ്കിൽ ലോകത്ത് അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇത് ഞങ്ങൾ ഉൾക്കൊള്ളെങ്കിൽ ആൾമാറാവണു. നിസ്കാരത്തിൽ വരെ ചൊന്നത് നിസ്കാരമല്ലേ, അതുകൊണ്ട് കുറേ നേരം നീട്ടൊരു വേണമെങ്കിൽ നിങ്ങൾ നിൽക്കൊരു ചൊന്നിട്ട് അങ്ങനെ പറഞ്ഞല്ല, പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കാണ്ടാ ചൊന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, ഇതാ അമ്മ അഹദുക്കുമുന്നാസ, നിങ്ങളിൽ നിന്നൊരാൾക്ക് ആൾമാർക്ക് ഇമാം നിണ്ടെത്തുണ്ടായെങ്കിൽ ഫല്യു ഖഫിഫ്, അവൻ പെട്ടെന്നാക്കട്ട്, അഥവാ ചെമ്മ നീട്ടണ്ട. ഒർത്ത നിസ്കരിക്കണമെങ്കിൽ ഫല്യു തവ്വിൽ മാഷ, എത്ര വേണമെങ്കിൽ നീട്ടട്ട്. അതേ സമയത്ത് ജനങ്ങൾ ആൾമാർക്ക് ഇമാമായി നിസ്കരിക്കാണ്ടായെങ്കിൽ അവന് പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണു. കാരണം ഫൈന്ന ഫീഹിമു സ്വഗീറ വൽ കബീറ, ഞങ്ങളെ കൂട്ടത്തിൽ ചെറിയങ്ങ ഉള്ളാറ്, വലിയങ്ങ ഉള്ളാറ്, അതുപോലെ ദുർബലന്മാരുള്ളാറ്, എന്തും തീരാത്തെങ്കെത്താൾമാരുള്ളാറ്, അതുകൊണ്ട് അങ്കല്ല ബുദ്ധിമുട്ടായി പോവൂ. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഇമാമായെങ്കെത്ത ഒരാൾ ബാക്കിലുള്ള ആൾമാരെ ശ്രദ്ധിക്കണു. നീണ്ട നിസ്കാരങ്ങൾ വേണ്ട. അദനൽ കമാൽ 3 തസ്ബീഹ് ചെല്ലണു. അതുപോലെ സൂറത്ത് ഓതുമ്പോൾ ഷാഫഈ മദ്ഹബ് അനുസരിച്ച് സൂറത്തു ളുഹാത്തെ കീഴ് ഖിസാറുൽ മുഫസ്സൽ, അതാണ് ഇമാം ഓതനായിട്ട് പരിപാടി. അഥവാ ഇബാദത്ത് ആക്കുമ്പോൾ വരെ പിന്നൊരാൾക്ക് ബുദ്ധിമുട്ടാക്കണ്ട. ഇതാണ് ഇസ്ലാം. ഇത് ഞങ്ങൾ ഇസ്ലാമിയുടെ ഓരോ ജാഗയിൽ ഞങ്ങൾ എടുത്തു നോക്കിയാണ്ടെങ്കിൽ ഇതെല്ലാം കാണുക സാധ്യമാവും. അതേ സമയത്ത് കുറേ ആൾമാർ സങ്കീർണമാക്കിയിട്ട് കാട്ടാറ് ഇസ്ലാമിടെ. അങ്ങനെ എന്തില്ല. ഇസ്ലാം ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കുക പോണ്ടില്ല, എവിടെയും ഇല്ല. നിക്കാഹുടെ അവിടെ ആവട്ട്, അല്ലാത്ത ഏത് അഅ്മാൽ പ്രവർത്തനങ്ങളവിടെ ഇസ്ലാം വളരെ സുലഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുള്ളൂ, സുലഭമാണ്. സയ്യിദുന മുആദ് റളിയല്ലാഹു അൻഹുടെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുവിൻ്റെ യമന് കടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പലക്കേന്ദ്രವಂತುಂಡ യസ്സിറ വലാ തുഅസ്സിറ, നിങ്ങൾ രണ്ടാളും സുലഭാക്കറു, നിങ്ങൾ ഒരാൾക്കും ബുദ്ധിമുട്ടാക്കുക പോകണ്ട. ബഷിറ വലാ തുനഫിറ, നിങ്ങൾ ആൾമാരെ അകറ്റെങ്കത്തെ ദൂറാക്കടെങ്കത്തെ പണിയെടുക്കണ്ട. നിങ്ങൾ സന്തോഷ വാർത്ത കൊടുക്കറു, ആൾമാർക്ക് ഒരു കൊസി കൊടുക്കറു. ഇതെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ. ഒരു സംഘത്തെ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടത്തിരുണ്ടായെങ്കിൽ യസ്സിറു വലാ തുഅസ്സിറു ബഷിറു വലാ തുനഫിറു ചൊന്നോണ്ടിന്ത്. നിങ്ങൾ ആൾമാർക്ക് സുലഭ കുറവാ, ഒരാൾക്കും നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാവണ്ട. എന്തൊരു ധർമ്മമാണ്, എത്ര നല്ല ധർമ്മത്തെ അനുയായിയാണ് ഞങ്ങൾ. പക്ഷേ ആ ധർമ്മത്തെ ഞങ്ങൊരിക്കലും സങ്കീർണ ഇക്കട്ട് ആക്കുക തീരാണ്ട ചൊന്നുകൊണ്ടുള്ളേ. നിസ്കാരത്തിൽ വരെ പെട്ടെന്നാക്കണു, ദീർഘാക്കണ്ട, മഅ്മൂമീങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കൂ തീരാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിത്ത്. ഇനി ദ്വാർക്കുമ്പോൾ വരെ ആൾമാരെ കൂട്ടിയിട്ട് ദ്വാർക്കിടേണ്ടി വരിക. അങ്ങനെ ചെമ്മനാറ ദ്വാർപ്പാട്ടിട്ട് ചടപ്പിക്കുക തീറ, ആൾമാർക്ക് മടിപറപ്പാട്ടുക തീറ. ഇസ്ലാം വളരെ സുലഭമാണ്. സുബ്ഹാനല്ലാഹ്, മടിപറപ്പാട്ടണ്ട. ചിലപ്പോൾ ചില ദ്വാ സമ്മേളനാണ്ടിക്ക് ഗണ്ടകട്ടല നീട്ടാറ്, അതിൻ്റെ ആവശ്യമില്ലേ. ആൾമാർ കൂടുമ്പോൾ എല്ലാം സ്വീറ്റ് ആവണു, ഷോർട്ട് ആവണു, പെട്ടെന്നാക്കിയിട്ട് തീർക്കുക. അപ്പോൾ നല്ല കൊസിയാവിടു, സന്തോഷമാവിടു. ഒരു റാത്തീവുക്ക് വിളിച്ച് തിന്നുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമുക്ക് അപ്പുറത്ത് സീരണിയായി ഉണ്ടുണ്ട് ഊടെ ഗണ്ടകട്ടല ಒಂದು വാറന്ന് ഇയാൾ ദ്വാരത്തുണ്ടായെങ്കിൽ ഇങ്ങവിടെ ക്യൂ നിന്നിട്ട് ആമീൻ 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 ചൊല്ലാറ്. അപ്പോഴും അത് പൊയ്ത്താൻ ചൊല്ല ചിന്തായിട്ടിരിക്കും ചിലപ്പോൾ ആമീൻ ചൊല്ലവണു. അങ്ങനെ ആകുമ്പോൾ ഈ ദ്വാരത്തുക്ക് ഒരു ഇഖ്ലാസിക്കാല, ആമീൻക്ക് ഒരു ഇഖ്ലാസിക്കാല, അതിൻ്റെ ആവശ്യമില്ലല്ലേ. പെട്ടെന്ന് ദ്വാർന്നിട്ട് തീർക്കുക. ആൾമാരെ എല്ലാം സുലഭാക്കി കൂടാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ. പിന്നൊരാൾക്ക് തൊന്തരാകൂ തീറ, മൈക്ക വെച്ചിട്ട് ഭയങ്കര ബൊബ്ബാക്കിടെ. സുബ്ഹാനല്ലാഹ്, മുന്നലെല്ലാം വാഴ ചൊന്നുകൊണ്ടിന്ത് 12 ಗಂಟೆ ಜಾವತೋಲ ಸುಬೈತೋಲ ಚೊನ್ನೊಂಡಿಂತ ಇಂಚಂತ. ಅದೇ ಸಮಯത്ത് ಇಂಡು 12 ಗಂಟೆ 1 ಗಂಟೆ ಜಾವತೋಲ ವಾഴ ചെല്ലട്ട് പ്രശ്നം എന്തുമില്ല. ഒരു ഇൻഡോർ കാര്യക്രമമെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടാവില്ല. അങ്ങ് മാത്രമുള്ളൂ. നിസ്കാരത്തിലും അങ്ങനെ ഉണ്ട്. സൂറത്തുൽ ദുഹാത്തെ കീലോതുകൊണ്ട് ചെന്തല്ലേ. അതേ സമയത്ത് മഹ്സൂരിങ്ങളായി മഅ്മൂമീങ്ങളാണ്. അഥവാ ആ പള്ളിക്ക് വേറെ ഒരാൾ എക്സ്ട്രാ പണ്ടില്ല, എപ്പോഴും പണ്ട് ക്ലിപ്തമായ മഅ്മൂമീങ്ങൾ മാത്രം. എങ്കിൽ അങ്ങ് വാക്യത്തിൽ പലക്കത്തിൽ ഇമാമുക്ക് സമ്മതം കൊടുക്കണു. നിങ്ങൾ ദീർഘ സൂറത്ത് ഓതറുകൊണ്ട് സമ്മതം കൊടുത്തെങ്കിൽ അയാൾക്ക് ഓതാം. അപ്പോൾ എന്തേ അവിടെ അങ്ങ് മാത്രം വേണ്ട, വേറെ ആളും പണ്ടില്ലേ. അതുപോലെ ഒരു ഇൻഡോർ പ്രോഗ്രാമാണ്, ഒരാൾക്കും ഉപദ്രവാത്ത രൂപത്തിലാണ്. അങ്ങ് എത്ര നേരം വേണം അങ്ങ് നീട്ടിയുള്ളൂ. കാരണം അങ്ങ് എല്ലാവർക്കും സമ്മതമുള്ള എനിക്കത്തെ വിഷയമാണ്. ഒരു പബ്ലിക് പ്രോഗ്രാം ആകുമ്പോൾ 12 ಗಂಟೆ 1 ಗಂಟೆ ಜಾವത്തോല ഭയങ്കര വാല്യൂം കൂട്ടിയിട്ട് മൈക്കത്ത് ഭയങ്കര വെച്ചിട്ട് ചുറ്റുഭാഗത്ത് എത്ര മുസ്ലിമീങ്ങൾ അകയിക്കിട്, എത്ര മുസ്ലിം സിക്കിട് പോവട്ട്. യാ റബ്ബി, ഒരു പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ കിടാവിടെ വർക്കും എത്ര പ്രയാസപ്പെട്ടിട്ടിക്കൂ. ഓണ്ട ഈ ബൊബ്ബൽ ആ കിടാവിടെ വർക്കങ്ങ് പോയിട്ട് സുബ്ഹാന. ഇങ്ങനെ ബുദ്ധിമുട്ടാക്കോ പോകണ്ടാണ്ട് ഇസ്ലാം പടിപാടിത്ത്. ഏത് പ്രോഗ്രാമിനെങ്കിലും ഇപ്പോൾ പബ്ലിക്കാണ്, ആൾമാർ ചുറ്റും ഇക്കിടാറ്, എല്ലാം ഇക്കിട് വലിയ മൈക്കയാണ്, എത്രയാണ് വാല്യൂം. പിന്നെയും കൂട്ടുക ഇങ്ങനെ ചൊല്ലേ, കുട്ടി എത്ര മയ്യാവില്ലേ.
ಅದು 1 ಗಂಟೆ ಜಾವತೋಲ ನಂಗೆ ಒಬ್ಬೈಟೋಂಡು ಇನ್ನಾಂಟಾಯಂಗೆ ಎತ್ತರ ആൾമാർക്കാണ് ನಂಗೆ ബുദ്ധിമുട്ടാക്കടേ എന്നിട്ട് ചൊല്ലേ അത് നല്ല പ്രോഗ്രാം അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചൊല്ലുമ്പോൾ ഇസ്ലാമുടെയാണ് ആൾമാർ വിലയിരുത്തലേ ഇസ്ലാം അങ്ങനെ ഉപ്പതറാക്കൂ ചൊന്നിട്ടില്ല ആൾ അതേ സമയത്ത് നിങ്ങൾ മാത്രമുള്ള റൂമുകൾക്ക് പ്രോഗ്രാം ആക്കിടാറ് നിങ്ങൾ എത്ര വേണമെങ്കിൽ നീട്ടിയുള്ള ഒരു സുവൈത്തോല പിന്നൊരാൾക്ക് ബുദ്ധിമുട്ടാകണ്ട പിന്നൊരാൾക്ക് ഉപ്പതറാവണ്ടാണ്ട് ഇസ്ലാം പടിപാട്ടി കൊണ്ടുണ്ട് ഒരു പಕ್ಕ പ്രോഗ്രാം പോയിട്ട് 12 ಗಂಟೆ ആയിട്ടും അങ്ങ് നിപ്പാട്ടില്ല എന്താ മൈക്ക് ബൊബ്ബെ നിപ്പാട്ടൊരു ഭാവത്തെ എല്ലാം ചൊല്ലുമ്പോൾ ഇല്ല വേറൊരു കുറേ ആൾമാരുടെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് അവിടെ ഓർത്ത ചെന്ന സംഘാടകനായ ഇല്ല ഞങ്ങൾ 2 ಗಂಟೆ തൊല്ല നീട്ടറ എന്താ അവിടെ നോക്കാൻ ചൊന്നെങ്കിൽ ഓൻ ഇസ്ലാമുടെ പേരിലാണ് ആക്കിക്കൊണ്ടുള്ളേ ഇസ്ലാം അങ്ങനെ ഉണ്ടാ ആൾമാർ വിചാരിക്കുന്നത് എന്തേ ഈ ഇസ്ലാം ചൊന്നെ ഇങ്ങനെ ആൾമാർക്ക് ഉപ്പതരാക്കടേണ്ട അങ്ങനെ ഉണ്ടാ യാറൊಬ್ಬി ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കി പോകണ്ട രാത്രി സമയത്ത് ഹോർണിടൊക്കെ തീരാണ്ടേ ഉണ്ടല്ലേ നിയമം പുറത്ത് പോകുമ്പോൾ ഹോർണടിച്ചുകൊണ്ട് പോയാണ്ടായെങ്കിൽ എത്ര ആൾമാർക്ക് ബുദ്ധിമുട്ടാവും എത്ര ആൾമാർക്ക് എത്ര മക്കൾക്ക് ബുദ്ധിമുട്ടാവും ഉറങ്ങിട്ടിന്തെങ്കെത്ത മക്ക ഗಂಟೆಗಟ್ಟಲೆ പ്രയാസപ്പെട്ട് വർക്കിയെത്ത മക്ക എൻചാറുണ്ടായെങ്കിൽ ആ മക്കളെ വർക്ക് ഓൺ പോകണ്ടാണ് പിന്നെ അതുകൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടാക്കണ്ട ഒരു പക്ക ഒരു പ്രോഗ്രാം മഗ്രിബ് തുടങ്ങിയത് 12 ಗಂಟೆ ಜಾವത്തോളം നീണ്ടെത്ത് ഈ വന്ന ആൾമാർ ദച്ച് ഞങ്ങൾക്ക് വച്ച് പോയിടും അപ്പോൾ 12.5 ಗಂಟೆಗಾണ് ഒരു പാടൊരാൾ വന്ന് അയാൾ അത്ര നേരം ഇവിടെ ഇന്ത് പഠിച്ചോന്ന് വന്നു അയാൾ വന്നിട്ട് എല്ലാവരും വച്ചിട്ടുള്ളാർ ഇതിരെ നോക്കിയിട്ട് അയാൾ ചൊല്ലേ നിങ്ങൾക്ക് മദീനത്തേക്ക് പോകണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി ഹിർച്ചയില്ലേ നീ എന്താ ഇങ്ങനെ ഉണ്ടാ കേട്ടോണ്ടില്ല ആരൊട്ടിಗೆ മഗ്രിബ് തെച്ചിട്ട് 1 ಗಂಟೆ ಜಾವത്തോളം തെച്ചെങ്കിൽ ആൾമാരൊട്ടി ഇങ്ങനെ കേട്ട് ഇയാൾ ഇപ്പോഴാണ് വന്നേ അപ്പോൾ ഇത് കണ്ടെങ്കിൽ ആൾമാർ വിചാരിക്കുന്നത് എന്ത് ഇസ്ലാം പോവാ ഇങ്ങനെ ആൾമാരെ ഉപ്പതറാക്കട ഉസിരി കട്ടി സ്വാട്ടറെങ്കിൽ ഇസ്ലാം ഉണ്ട് ഇസ്ലാം അങ്ങനെ എന്തും മാറി വിചാരിച്ചിട്ടുണ്ടാവുക ഇന്ന ഹാദ ദീന യുസ്റുൻ ഈ ദീൻ വളരെ സുലഭമാണ് സങ്കീർണാക്കിയത് ഗട്ടിയാക്കിയത് പ്രയാസാക്കിയത് ഓരോരുത്ത അവൻ്റെ സ്വാർത്ഥത്തിക്ക് വേനായിട്ട് അവനവൻ ആക്കിയോണ്ടതാണ് അതിനെ കണ്ടിട്ട് ഇസ്ലാമിടെ ആരും തെറ്റിദ്ധരിക്കോ വരണ്ട ഇസ്ലാം വളരെ സുലഭമാണ് കാപ്പാട്ടേ ഒരു പ്രോഗ്രാമുക്ക് വിളിച്ചാറുണ്ടായെങ്കിൽ എത്രമോ നേരം കാപ്പാട്ടിട്ട് ആൾമാരെ ചടുപ്പിക്കടേ ബുദ്ധിമുട്ടാക്കടേ അത് പാടില്ലാണ്ടാണ് ഒരു നിക്കാഹുടെ സദസ്സ് നിങ്ങൾ ആക്കടാണ്ടായെങ്കിൽ ആ നിക്കാഹ് 11 ಗಂಟೆ വെച്ചിട്ടുണ്ടായി 11 ಗಂಟೆಗೆ ആക്കണു കാപ്പാട്ടൊക്കെ തീര ആൾമാർ ശാപ്പ വെക്കിടാറ് ബുദ്ധിമുട്ടാവിടൂ പെണ്ണുകും പ്രയാസമാണ് അത് ആണുകും പ്രയാസമാണ് ചില ആൾമാർക്ക് അത് വിഷയമേക്കില്ലേ എത്ര നേരം വേണേലും കാപ്പാട്ടാറ് നിക്കാക്കു വെണ്ണെങ്കെത്താൾ ഒരു ഉദാഹരണം ഞാൻ ചെന്നാൽ അല്ല വേറൊരു പ്രോഗ്രാമുക്ക് വേണ്ട ആൾ അയാൾ ടൈമുക്ക് വേണ്ടില്ല 1/2 ಗಂಟೆ 3/4 ಗಂಟೆ ലേറ്റ് ആക്കടേന്ന് ചൊന്നെങ്കിൽ ടൈം കീപ്പിംഗ് ഇല്ല എന്ന് ചൊല്ലതാണ് ഞങ്ങളെല്ലാം പരാജയത്തെ ലക്ഷണം 11 ಗಂಟೆಗೆ പരിപാടി വിളിച്ചിട്ട് സംഘാടകനായ ആളെ ചൊല്ലേ ഒന്നുകൊണ്ട് വെച്ചിട്ട് തുടങ്ങുമ്പോൾ 12 അവനെ ചൊന്നാണ്ടായെങ്കിൽ പിന്നെ 12 1 ಗಂಟೆ ആവും അപ്പം അങ്ങനെ കാപ്പാട്ടേ ആൾമാരെ ബുദ്ധിമുട്ടാക്കടേ ടൈം കീപ്പിംഗ് ചൊല്ലത് യാ റബ്ബി അത് എത്ര കുറേ വലിയ വിജയം കണ്ടെങ്കിൽ ആൾമാരെ ഇൻ്റർവ്യൂ എല്ലാം നോക്കുമ്പോൾ പൈസത്തിലാവട്ടെ അല്ലാണ്ടാവട്ടെ ആകെ ചൊല്ലേ ഈ അടുത്ത് ഞാൻ വലിയ കോടീശ്വരൻ മലയാളിയായ അയാളൊരു ഇൻ്റർവ്യൂ നോക്കി അയാൾ ചൊല്ലേ ടൈം യൂത്തുക അയാൾ പിന്നെ ഉപദേശമാക്കിക്കൊണ്ടും ടൈം കീപ്പിംഗ് വേണു അയാളൊട്ടിಗೆ എടുത്ത് ഞാനിപ്പോൾ ചൊന്ന ടൈമിലായിട്ട് 3 മിനിറ്റ് മുന്നൽ വന്നുകൂടെ വെച്ചില്ലേ അത് വേണുണ്ടാണ് ജീവിതത്തിൽ അയാൾ ചൊന്നോണ്ടുള്ളത് ഇക്കട്ട് പിന്നൊരാളെ കാപ്പാട്ടെങ്കത്തെ ബുദ്ധിമുട്ടാക്കണമെങ്കത്തൊരു വിഷയം ഇക്കോകുത്തീറ ഒരിക്കലും ഇസ്ലാം ബുദ്ധിമുട്ടാക്കുന്നതല്ല സഹലാണ് വറങ്ങിടവണുകും നിസ്കരിക്കിടവണുകും 30 ആവിടെ ഉണ്ടായെങ്കിൽ ഖുർആൻ വരെ ജോറോദണ്ടാണ്ടല്ലേ ബുദ്ധിമുട്ടാവിടെ ഉണ്ടായെങ്കിൽ ജോറോദൽ ഹറാമും ഇമാമിങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടിയാറ് ഏത് ഖുർആനാണ് ബാക്കിയല്ല അപ്പോൾ വെള്ളിയാസരണ്ട് ഒരാൾമാർ നിസ്കരിച്ചുകൊണ്ടിരിക്കിടാറ് അൽ കഹഫ് ഓതര ജോറ് ബൊബ്ബയിട്ട് ഓതോന്നുകൊണ്ടില്ല മെല്ലെ ഓതാ പിന്നൊരാൾക്ക് നൻ്റെ കൊണ്ട് 30 ആവണ്ട ഒരു പക്ക കുത്തുബിയത്ത് പോയിട്ട് യാ റബ്ബി അവിടെ ബൊബ്ബ ഇട്ടേന്ന് ചൊന്നെങ്കിൽ ഒരു 4-5 ആൾ അതിക്ക് വന്ന പോലെ ഉണ്ട് അമ്മാതിരി ബൊബ്ബെ അപ്പോൾ അത് ഈ ബൊബ്ബയുടെ ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് ഇറാഖിലല്ലേ ഉള്ളു അയാൾക്ക് ഡയറക്റ്റ് ഇറാഖ് കേക്കട്ടുണ്ടായിട്ടിരിക്കും അങ്ങനത്തെ ബൊബ്ബെ അതെന്ത് അങ്ങനെ ബൊബ്ബയുടെ തീരല്ലേ ചൊല്ലുമ്പോൾ ഇത് കുത്തുബിയത്തല്ലേ എന്ന് ചൊന്നിട്ട് അങ്ങ് പേടിപ്പാട്ടെ അങ്ങ് ഇപ്പോൾ ക്ലാസ് എടുക്കണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി സുബ്ഹാനല്ലാഹ് ഖുർആാനയുടെ പേരൊരാൾക്ക് ബുദ്ധിമുട്ടാക്കണമെങ്കിൽ ജോറോദണ്ടാണ്ട് ഇസ്ലാം പരിപാടിയിരിക്കുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ ചൊന്നത് ചില ആൾമാരെ ചില പ്രവർത്തനങ്ങൾ അതൊക്കെ സപ്പോർട്ടാക്കണമെങ്കിൽ ആൾമാരുള്ളാർ ചൊന്നെ അങ്ങക്ക് ഗംഭീരാവണമെങ്കിൽ അതെല്ലാവണം അങ്ങനെ ഒരിക്കലും ഇസ്ലാമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ഒരാൾക്കും ഉപ്പതറാക്കുകയില്ല ബുദ്ധിമുട്ടില്ലേ ഒരാൾ നണ്ടൊട്ടി ജനത്ത് മക്കയില്ലാത്തെങ്കിൽ ഒരു പ്രോഗ്രാം കാണു പോയി ഒരു പക്ക സൊലാത്തുക എന്തോ നണ്ടൊട്ടി 6 തിങ്കൾ വറകു ചൊന്തു നിരന്തരമായിട്ട് ഇയാൾ എവിടെയാണുള്ളത് ബാംഗ്ലൂരിലുള്ളേ മാസം പോകായില്ല ചിലപ്പോൾ അയാൾ ചൂടായിട്ട് എനിക്ക് മക്ക വേണ്ടി അങ്ങനെ ഇങ്ങനെ ഞാൻ തോന്നുന്നു ചൂടായിട്ട് ഞാൻ എന്താ കട്ടുണ്ടാക്കിയിട്ടുള്ളൂ തിങ്ങ നക്ക് വറകു സാധ്യയില്ലേ ബുദ്ധിമുട്ടാവിടൂ അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ട് ഞാൻ ചൊന്നെ അങ്ങനെ പോകണുണ്ടാ ബുദ്ധിമുട്ടാക്കണം യാ റബ്ബി അങ്ങനെ ഒരു ബുദ്ധിമുട്ടാക്കണുണ്ടില്ലേ സൗകര്യം അവിടെ ഉണ്ടായെങ്കിൽ പോകട്ടെ അല്ലെങ്കിൽ അയാളൊട്ടി ചെല്ലട്ട് നക്ക് വറകാവില്ലേ ഇത് നിർബന്ധമായിട്ടും കഡായായിട്ടും പറഞ്ഞു ഇയാൾ പോയിട്ട് പിറകെ തിങ്ങ പറഞ്ഞു പോകണു എത്ര ബുദ്ധിമുട്ടാണ് എത്ര പ്രയാസമാണ് അങ്ങനെ ഇക്കട്ടാക്കണമെങ്കിൽ എത്ര കുറേ ആൾമാരിക്കിടാറ് ഒരാൾക്ക് എടുത്ത് നേർച്ച വെച്ചിരോള എങ്ങനെ അവനക്ക് സുമറാവണമെന്ന് ചൊന്നിട്ട് പിന്നൊരുത്ത നേർച്ച വെച്ചിട്ട് ഓണ കൊണ്ടൊട്ടി ചെല്ലേ നീ അതാക്കണം ഞാൻ നേർച്ച വെച്ചിരാൻ അങ്ങനെ അവന് പൈസ എന്തും ഇല്ല
കുത്തുബിയത്ത ഏതോ കുറേ പൈസ എല്ലാം ചിലവാക്കിയിട്ട് കുറേ ആക്കിയ ഇങ്ങനെ ആക്കോ ഉണ്ടാന്ന് കേൾക്കരുത്. അവനല്ലേ നേർച്ച വെച്ചിട്ട് നേർച്ച വെച്ചവനാക്കട്ടെ, നിൽക്കുവേനുണ്ട് അവൻ എന്തെങ്കിലും നേർച്ച വെക്കൂ തീരെങ്കൊക്കു തീരാത്ത ഒരാൾ പിന്നൊരാൾ വന്ന് ചൊന്തു അയാളെ പ്രോഗ്രാമുകു അയാളെന്തോ പ്രോഗ്രാമുണ്ട് കാര്യക്രമമുണ്ട് ಅದಕ್ಕೆ ആട് നേർച്ച വെച്ചിരുന്നു എങ്ങനെ ഉണ്ടു അപ്പോൾ അവൻ്റെ സീക്ക് സുമറാവു ഇയാൾ ആട് നേർച്ച വെച്ചോണ്ടില്ലേ നക്ക് തീരെ നേർച്ചയെല്ലാം കൊടുത്തു ഞാൻ ഇതെങ്ങനെ കൊടുക്കട്ടെ എൻ്റെ കൊണ്ട് സാധ്യമില്ല. ഞാൻ ചൊന്ന അയാളെ കൊടുക്കട്ടുണ്ട് നിൽക്കുവാനായിട്ട് അയാളെന്തിക്കാണ് നേർച്ച വെക്കൽ കണ്ണുക്ക് എറുമ്പ് പോയേക്ക് കാത് കൂതിയ പോലത്തെ വിഷയമാണിത്. അതുകൊണ്ട് ഇതേ ഒരു സങ്കീർണാക്കളെ ചൊന്നാൽ അവനക്ക് അങ്ക് വേണത് ബുദ്ധിമുട്ടായിട്ട് പിന്നൊരാൾക്ക് പ്രയാസമായിട്ട് ഇങ്ങനെ ഇല്ല. ഇസ്ലാം ഒരാളെയും ബുദ്ധിമുട്ടാക്കുകൊണ്ടുള്ളേ ഇസ്ലാം ഒരാൾക്കും ബുദ്ധിമുട്ടാക്കുകൊണ്ടുള്ളേ. അപ്പോൾ ചൊന്നത് ചില ആൾമാർ അങ്ങനെ ഇക്കിട് അങ്ങനെ കാര്യങ്ങൾ സാധിക്കണമുണ്ടായെങ്കിൽ ബാക്കിയുള്ള ആൾമാരെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇസ്ലാമും ചൊന്നെങ്കിൽ ഇങ്ങനെ ആയിട്ടാണ് കുറേ ആൾമാർ വിചാരിക്കടേ. ഇസ്ലാം പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയെങ്കെത്ത മഹാന്മാരിലൂടെ ആ സരണിയിലൂടെയാണ് ഞങ്ങൾ പഠിക്കണേ. ഇന്ന് കുറേ ആൾമാർ കാട്ടിക്കൂട്ടിറങ്ങിക്കെത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് ഇസ്ലാമും ചൊന്നിട്ട് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കണമുണ്ടില്ല. അത് അങ്ങനെ ലാഭത്ത് ഗംഭീരാക്കുവാനായിട്ട് അങ്ങ് ആക്കിടാറ്. ചില മൂഢനമ്പിക്കയുടെ ചൊന്ന് പുറത്തിറങ്ങിക്കെത്ത ആൾമാരുള്ളാറ് കിടാവ് പെത്തിട്ട് ചൊവ്വാസ 2 7 അണ്ടെടുക്കുകയെ തീര സാധ്യമേ അല്ല ചെന്നിട്ട് ഭയങ്കരാക്കാറുള്ള. ഞാൻ ചെന്ന് 7 2 മുടിയെടുക്കും സുന്നത്ത്. അത് ചൊവ്വാസാവട്ട് ശനിയാസാവട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നര 7 2 എടുക്കണുണ്ടാണ് അണ്ടെടുക്കറു അതാവല്ലേ അത് ഭയങ്കര ഇങ്ങനെല്ലാം ചൊന്ന് നടക്കണേ ചൊന്നെങ്കിൽ അതൊരു ഗംഭീരാക്കിയുള്ളേ അവനക്ക് ബുദ്ധിമുട്ടായിട്ട് ഉപ്പതറയിത്ത് ചില മൂഢനമ്പിക്കൽ അങ്ങനമേ ചൊന്ന് നടക്കടെങ്കെത്ത കൊണ്ട് നടക്കടെങ്കെത്ത ആൾമാരുള്ളാറ്. ഇസ്ലാമും ചൊന്നെങ്കിൽ അയിൽമാണ് യഥാർത്ഥത്തിലുള്ള അയിൽമ അറിവുള്ളെങ്കെത്ത ആൾമാരൊട്ടിയ വിഷയങ്ങൾ കേൾക്കാം. ഞങ്ങളെല്ലാം മുത്തഅല്ലിമീങ്ങളാണ് പഠിക്കുന്ന ആൾമാരാണ്. ഗൊന്തുള്ളെങ്കെത്ത എത്ര ആലിമീങ്ങളുള്ളാർ അങ്ങനൊട്ടിയ വിഷയങ്ങൾ കേൾക്കുക ആറാറൊട്ടിക പോയിട്ട് കേട്ട് നട്ടം തിരിയണമുണ്ടില്ലേ. അപ്പോൾ അങ്ങ് ആ മൂഢനമ്പിക്ക വെച്ച് പുലർത്തണം എന്തേലും ചൊന്നെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ സാധിക്കണമുണ്ടായെങ്കിൽ അങ്ങനെ ആവണു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈജിപ്തിലെ ഗവർണറായിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് എന്തായിട്ടെന്ന് ചൊന്നെങ്കിൽ നെയിൽ നദിയിൽ ഇങ്ങനെ പ്രളയം വരും പോലെ നെയിൽ നദി പൊങ്ങിത്ത് സഞ്ചരിച്ചുകൊണ്ടില്ല. ഇതിപ്പോൾ ഇടീ റായമൊങ്ങും പോലെ ആൾമാർ വന്നിട്ട് മുന്നിലെ ചെന്നാർ എന്തിനെന്ന് ചൊന്നെങ്കിൽ വർഷത്തോർക്ക് ഇങ്ങനെ ആവടും നല്ല സുന്ദരിയായ ഒരു പെണ്ണിടെ അബ്ബമ്മടെല്ലാം ഉപ്പാട്ടിട്ട് കൊമ്പോയിട്ട് നെയിൽ നദി കിട്ടെങ്കിൽ മാത്രം പ്രളയ സമാവുടേൻ. ഇത്തരത്തോലത്തെ അങ്ങനെ നടപ്പ് അങ്ങനെയാണ്. അൽ ബിദായത്ത് വന്യഹായത്തിൽ ഇബ്നു കസീർ ചൊല്ലു. അൽ മജാലിസുൽ വാലിയ ബുഖാരിയുടെ ഷർഹാണ് സൂത്തി ഇമാമിയുടെ ശിഷ്യൻ ശംസുദ്ദീൻ സഫീരി റളിയല്ലാഹു അൻഹു എഴുതിയത്. അതിലും ഞാൻ ഈ സംഭവം കണ്ടത്. ആ സമയത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു ഇങ്ങനെ ഒരു മൂഢനമ്പിക്ക ഞങ്ങൾ ആക്കാൻ ചൊന്നല്ല. ഇത് വിവരമുള്ളെങ്കെത്തൊര ആളാണ്, ആലിമാണ്, സ്വഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യനാണ്. ഞങ്ങളെ മുന്നുള്ളത് നടക്കാലെ. ആ മഹാൻ ചൊന്ത് ഇനി അത് നടക്കാലെ. നിങ്ങൾ വർഷ പെണ്ണിടയിട്ട് അറിഞ്ഞു വന്നിട്ട് ഈ വർഷവും പെണ്ണിടയിലൊക്കെ വേണ്ടാറ ഇനി നടക്കുക. അതിൻ്റെ സ്റ്റോപ്പാണ്. ഇന്ന കംറു ഉൻ ഫീക ജാഹിലിയത്തോടെ ഇനി നടക്കാലെ. അതുകൊണ്ട് അന്ധകാരം നടക്കാലെ. കാരണം ഇത് വിവരമുള്ളെങ്കെത്തൊരു സ്വഹാബിയാണ്. ഈ വിവരമുള്ളെങ്കെത്ത സ്വഹാബിയുടെ മുന്നിൽ അനാവശ്യങ്ങൾ നടക്കാലെ. അതുകൊണ്ടാണ് ഒരു ഇബ്ലീസ് 1000 ഇബാദത്തെടുക്കണമെങ്കെത്ത ആളാട്ടി സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതൊട്ടി അർസാണ് ആലിമരൊട്ടി അർസ. കാരണം എന്തേ ഈ ആലിം ആഖിറത്തെ ചിന്തിക്കുന്ന ആൾ ഒക്കുണ്ടായെങ്കിൽ സൂക്ഷ്മത്തെ ഉള്ള ആൾ ഒക്കുണ്ടായെങ്കിൽ അയാൾ സത്യം ചൊല്ലു എല്ലാ മോശത്തെ അയാൾ എതിർക്കിട് എന്തെല്ലാം കാര്യങ്ങളിക്കിട് ഒരു തട്ടിപ്പും അയാൾ കൂട്ടു നിൽക്കില്ല. മോശമായ ബിസിനസ്സുകൾക്ക് മസാല ചൊന്ന് കൊടുക്കില്ല. എന്തെല്ലാം ഇക്കിട് അതിൽ എതിർക്കണായത് അയാൾ എതിർക്കിട്. ഒരാളത് വീഡിയോ വന്നിട്ട് കുറേ ആൾമാർ മെസ്സേജ് ആക്കിയിട്ട് ആ വീഡിയോ കടത്തിയിട്ട് കേൾക്കണേ 1000 രൂപ ഒരാളെ ഫ്രീ ആയിട്ട് ഉംറത്ത് കടത്തിരവള. ഉംറത്ത് കടത്തുമ്പോൾ ഇയാൾക്ക് ഒരാളെ ഫ്രീ ആയിട്ട് ഉംറത്ത് കടത്തിരണ്ടെങ്കിൽ ആരട്ടെങ്കിൽ സ്പോൺസർ എടുത്തു ആട്ടിയിട്ട് കടത്തല്ലേ. ഇതങ്ങനെയല്ല. ഇതെന്തിനു ചൊന്നെങ്കിൽ ഒരു 85 ആൾമാർ 1000 ഇടണു ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും. ഇത് ജൂജുണ്ടാ ചൊല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്നുണ്ടാ സ്കീമിടെ ആൾമാർ ചൊല്ലേണ്ടുണ്ട്. 1000 ഇട്ടെങ്കിൽ 10 ലാക്കടെ അവ കിട്ടുന്നു. ആർക്ക് കിട്ടും എത്ര പൈസ ഉണുകാവിടും ഊണ് കിട്ടുക എത്ര ആൾമാർ കിട്ടില്ല ഏതെങ്കിലും പുറത്തേക്ക് കിട്ടുക. ഇതൊക്കെയാണ് ജൂജു ചൊല്ലി. ഇസ്ലാം ഇതിലെല്ലാം എതിർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചൊല്ലെങ്കെത്ത ആൾമാരുള്ളാറ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം പൈസ കിടങ്കെത്ത പണിയാണ്. മനുഷ്യന്മാരെ നട്ടം തിരിക്കുന്നതാണ്. ഉംറ അങ്ങനെയുള്ള ഭംഗ വന്നിട്ട് പോകുന്നുണ്ടാ. അപ്പോൾ ഇവിടെ ഇൽമുള്ളെങ്കെത്ത സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുന്നലത് നടക്കാലെ. അതുകൊണ്ടാണ് ചൊന്നെ ഫഇന്ന ഫഖീഹൻ വാഹിദൻ മുതവര്യ അശദ്ദു അല ശൈത്വാനി മിൻ അൽഫി ആബിദി. 1000 ഇബാദത്തെടുക്കുന്ന ആൾമാർ അപ്പുറം ഉള്ളാറ് ശൈത്താൻ അവിടെ പോകാലാവില്ല. ഒരു തക്വയുള്ള നല്ല സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതൻ അവിടെ ഉള്ളാണ്ടായി അവൻ്റെ മുട്ട പോയിട്ടാണ് ഉപദ്രാക്കടേ. കാരണം ഇബ്ലീസിക്ക് വലിയ പ്രയാസം അയാളാണ്. കാരണം ഓൻ്റെ പണി നടക്കില്ല അയാൾ ഇന്നെങ്കിൽ അയാൾ നേര് ചൊന്നു കൊടുക്കൂ. അപ്പോൾ അങ്ങനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദ്യം ഇനി അത് നടക്കാലെ. നിങ്ങളെ തട്ടിപ്പും കാര്യങ്ങളെല്ലാം വിവരമുള്ളെങ്കെത്ത എൻ്റെ മുന്നിൽ നടക്കാലെ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടലാസ് എഴുതിയിട്ട്
ഉമർ റളിയല്ലാഹു അൻഹു നേരെ നൈൽ നദിക്ക കടലാസ് എഴുതിയോണ്ടുള്ളേ എന്തിരെ മര്യാദയിൽ നടക്കണമുണ്ട്. അഥവാ നിൻ്റെ ഇഷ്ടത്തിൽ നടക്കണ്ടായി നീ നടക്കണ്ട, നിൻ്റെ അകത്യം നിനക്കില്ല. അള്ളാഹുവാണ് നിൻ്റെ നടപ്പാട്ടരണ്ടായെങ്കിൽ നടന്നോളണുണ്ടാ ചൊന്നോണ്ടുള്ളു. കടലാസ് പൂന്നപാടെ നൈൽ നദി അങ്ങ് സഞ്ചരിച്ചിത്ത് സുബ്ഹാനല്ലാഹ് തണ്ണിയുടെ ഇറക്കമെല്ലാം ഇറങ്ങിത്തുണ്ടാ ചൊന്നോണ്ടുള്ള നൈൽ നദി അങ്ങ് പേടിച്ചിത്ത്. അപ്പോൾ ചൊന്നത് ഈ അന്ധകാരത്തെ മോശമായ കാര്യങ്ങൾ അന്ധവിശ്വാസം അത് ശരിയല്ലാണ്ട് ഒരാൾ ചൊന്താണ്ടായെങ്കിൽ അയാൾ വായ്പത്വാട്ടവും നോക്കിടാറ്, വേണമെങ്കിൽ അവന് സിഹുറുവാക്കിടാറ്, കാര്യങ്ങളാക്കിയിട്ട് അവൻ്റെ വായ്പത്വാട്ടവുമാണ് നോക്കിടെ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. വലാക്കിന്നൽ ഹക്ക അഹക്കു യുത്തബാൻ ആർവേനെങ്കാവട്ട് പിൻപറ്റപ്പെടണായത് ഹക്കാണ്, സത്യമാണ്, സത്യത്തെയാണ് പിന്തുടരണായേ. ഒരിക്കലും സുബ്ഹാനല്ലാഹ് മോശമായ കാര്യങ്ങളെ ബാക്കിൽ പോകൂ തീറ, പരിശുദ്ധമായ ഇസ്ലാമിയുടെ സങ്കീർണാക്കൂ തീറ, ഇക്കട്ടാക്കൂ തീറാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് വടിവാട്ടി തന്നുകൊണ്ടുള്ള ഇതങ്ങനെ പ്രവിശാലമായ വിഷയമാണ്. ഞാൻ ചൊന്നത് മുആദ് റളിയല്ലാഹുവിൻ്റെ സംഭവം വായിച്ചിട്ട് ചൊന്നത് ഇന്ന ഹാദ ദീന ഇസ്റുൻ, ഈ പരിശുദ്ധമായ ദീൻ സുലഭാണ്, എല്ലാ ഭാഗത്തും അത് സുലഭാണ്, സങ്കീർണാക്കടെ ബുദ്ധിമുട്ടാക്കടെ നങ്ങാണ്, ഉണ്ടാക്കിയുള്ളതാണ്. ചില ആൾമാർ അങ്ങനെ ലാഭത്തുക്ക് വേനായിട്ട് ആക്കിയുള്ളാറ്, പാവപ്പെട്ട ആൾമാർ ബുദ്ധിമുട്ടാറ്. അങ്ങനെ ഒരാൾക്കും ബുദ്ധിമുട്ടാക്കുക തീറ, പ്രയാസപ്പെടുത്തുക തീറ. ഒരു യുവാവ് വന്നിട്ട് നിക്കാഹ് മുന്നൽ കേട്ട, അഥവാ അവನು മങ്ങിലത്തെ മുന്നൽത്തുണ്ട്, അവൻ്റെ ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ ഉമ്മയുടെ കബറിനെ മുട്ട പോകണുണ്ട്. അപ്പോൾ കുറേ ആൾമാർ അതിനെ സങ്കീർണാക്കിയാറ്, അത് മങ്ങിൽ തന്നെ പോകണമുണ്ട്, മങ്ങിൽ തന്നെ പോകണം, ഓനക്കൊരു പ്രയാസം ചെന്ന് ഉമ്മയുടെ ടീ ഭാര്യ വിരസം ഉണ്ടാവണു. പക്ഷെ മങ്ങിൽ തണ്ട് കുറേ ദൂരെ പോകണം, 35 കുറേ കിലോമീറ്റർ ദൂരെ പോകണം, എങ്ങനെ പോകും? അപ്പോൾ മുന്നൽ തന്നെ ഞാൻ പോയെങ്കിൽ ആവില്ലേ, ഇവിടെ എല്ലാം ആവില്ല എന്ന് ചൊല്ലാറ്, എന്തിനാക്കടോ എന്ന് കേൾക്കടേ. യാ റബ്ബി, ഞാൻ ചൊന്നെ അങ്ങനെ ആര് ചൊന്ന് നിക്കൊരു ബുദ്ധിമുട്ടാക്കിയിട്ട് സങ്കീർണാക്കിയിട്ട് നിൻ്റെ അവിടെ കടത്തണോണ്ട് എനിക്കെന്താണ് വാശി? നീ മുന്നൽ തന്നെ പോകും, മുന്നൽ തന്നെ പോയിട്ട് സമാധാനമായിട്ട് ഉമ്മയുടെ ഒട്ടിക്ക് സിയാറത്താക്കിയിട്ട് ഉമ്മയുടെ ഒട്ടിക്ക് പുറത്തെല്ലാം കേട്ടിട്ട് ചൊന്നിട്ട് വാ. പിത്യാന്നിക്ക് നേരെ അനിച്ചിട്ട് എന്താക്കുക, ഈ മങ്ങിൽ തൻ്റെ എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പ്രയാസമാണ്, എല്ലാം സങ്കീർണം, അവിടെ കയ്യിൽ കാലിൽ അവിടെ എനിക്ക് എത്ര ടൈം, ആ ടൈമിൽ കൊണ്ട് ഇത്രമാ കിലോമീറ്റർ ദൂരത്ത് സിയാറത്ത് കടത്തിട്ട് അതൊക്കെ കുറേ ആൾമാരെല്ലാം കൂടിയാർ പോകണം, അണ്ടേ പോകണം. ഞാൻ ചെന്ന് അണ്ട് പോകണ്ട, മുന്നൽ തണ്ട് പോ, എന്താവും മുന്നൽ തണ്ട് പോ, മുന്നൽ തണ്ട് പോ. അങ്ങനെ പോയിട്ട് സങ്കീർണത്തെ ഇല്ല, സുലഭാണ് ഇസ്ലാം. പോകണ്ടെന്ന് ചൊല്ലേ, സിയാറത്താക്കണല്ലേ, ഉമ്മയുടെ പുറത്ത് കേൾക്കണല്ലേ. അങ്ങനെ പിന്നൊന്ന് എന്തിനെന്ന് ചൊന്നെങ്കിൽ സിയാറത്ത് പോണ്ട ആ തെർലു സിയാറത്താക്കൊണ്ട്, ദർഗാ സിയാറത്താക്കൊണ്ട് പോണ്ടേ തെർലു പോകുമ്പോൾ ചുറ്റിട്ട് പറഞ്ഞു പ്രയാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ മുന്നേ പോയിട്ട് ആക്കിയിട്ട് പറഞ്ഞാൽ അത് ചെന്നാൽ ആക്കുക സാധ്യമല്ല, പോകുമ്പോൾ പോണില്ലേ പുറത്തേക്ക് ഇടാം, വെറുതെ ഇത് ആൽമാരെ പതറാക്കടെ. ഞാൻ ചെന്ന് അങ്ങനെ എന്ത് പുറത്തേക്ക് ഇടാവില്ല, നീ സമാധാനത്ത് പോയിട്ട് നല്ല സിയാറത്താക്കിയിട്ട് ചന്ത ദ്വാർന്നിട്ടല്ല വാ. പിന്നെ നിക്കാഹ് പോകുമ്പോൾ നേരെ ഒരു കാര്യത്തിന് ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെയല്ല, നേരെ ആ കാര്യത്തിന് മാത്രമേ പോകണുണ്ട്. ജണ്ട് അവൻ കേട്ട ജണ്ടും ഞാൻ അങ്ങനെ ചെന്ന് വിട്ടെ. പിന്നൊരു കാര്യം എന്താണെന്ന് ചൊന്നാൽ നിക്കാഹ് വരുമ്പോൾ നേരെ നിക്കാഹ് നടക്കട ജാഗയിൽ പോകണം, അല്ല വേറൊരു പക്കം പോയിട്ട് ഇങ്ങനെ കൈ കൊടുത്തിട്ട് പുറത്ത് കേട്ടിട്ട് വണ്ടേ, അതും അവനൊരു ഇങ്ങനെ ചോറിൻ്റെ പോലത്തെ വിഷയമാണ്. ആ ടൈമിൽ അതൊരു ഇക്കട്ട ടൈമിൽ കൊണ്ട് പ്രയാസാക്കടെ. അത് ചൊല്ലത് വലിയ വലിയ ആൾമാരെ. ഞാൻ ചൊന്നത് അങ്ങനെയില്ല, നീ വേണേ മുന്നലെ പോയിട്ട് പുറത്തെല്ലാം കേട്ടിട്ട് വാ, പക്ഷെ അങ്ങനെ നീ ഒരു ബുദ്ധിമുട്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ട് പോകണ്ട. അവിടെ നോക്കുക ഇന്നഹാദ ദീന ഇസ്റുൻ, ദീൻ ചൊല്ലത് എത്ര സുലഭമാണ്, ഈ സുലഭത്തെ ഞങ്ങൾ എന്തിക്ക് സങ്കീർണാക്കുക പോണു. അവിടെ ചിലപ്പോൾ സങ്കീർണാക്കടെ ആരെന്ന് ചൊന്നെങ്കിൽ സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനത്തിലുള്ള എനിക്കെത്ത ആൾമാർ, അല്ലെങ്കിൽ വേറെന്തോ ഉള്ള എനിക്കെത്ത ആൾമാർ ചിലപ്പോൾ അതങ്ങനെ ഇങ്ങനെ ചൊന്നിട്ട് അവൻ്റെ സ്വന്തം താല്പര്യത്തുക്ക് പോകാനായിട്ട്, അവൻ്റെ എന്തരമാ ലാഭത്തുക്ക് പോകാനായിട്ട്, അവനക്കൊരു വലിയ ഗംഭീരമായിട്ട് നിൽക്കോ പോകാനായിട്ട് ആക്കടെ എനിക്കെത്ത കുറേ പണികളെല്ലാം ഉണ്ട്. അതെല്ലാം ഇസ്ലാമുടെ മേലിലാണ് അങ്ങ് വെച്ച് കെട്ടേ. വാസ്തവത്തിൽ അങ്ങനെ എന്തും ഇല്ല. ഇസ്ലാം എല്ലാ അർത്ഥത്തിലും എക്കാലത്തും സുലഭാണ്, ആർക്കും സ്വീകരിക്കുക പറ്റിയെത്ത ധർമ്മമാണ് പരിശുദ്ധമായ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും കെട്ടിയിടില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടാക്കില്ല, പ്രയാസപ്പെടുത്തില്ല. അങ്ങനത്തെ ഏറ്റവും നല്ല സഹലായ സംഹത്തായ ഏറ്റവും നല്ല ഗറ ആയ പ്രകാശിക്കടങ്കത്തെ തെളിഞ്ഞ ധർമ്മമാണ് പരിശുദ്ധമായ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പരിപാടി തന്നവേ അത് വളരെ സുലഭമാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലൈഫ് മുതൽ സ്വഹാബത്ത് മഹാന്മാരത് ഞങ്ങൾ പഠിക്കിടാണ്ടായെങ്കിൽ അതെല്ലാം നമുക്ക് മനതട്ടാക്കുക സാധ്യമാണ്. ഇതൊരു ചെറിയ കുറച്ച് വിഷയങ്ങൾ ഞാൻ ചൊന്ന് ഇങ്ങനത്തെ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ വിഷയങ്ങളുണ്ട്. ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയാൽ കഴിത്ത് നൻ്റെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവുക തീറ, ഒരാൾക്കും ഉപദ്രാവുക തീറ. ഇസ്ലാം അങ്ങനെ പിന്നൊരാൾക്ക് ബുദ്ധിമുട്ടാവണമെന്ന് ചൊന്ന് വടിപാട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരാൾ ഓരോരുത്ത മുസ്ലിമീങ്ങൾ ചിന്തിക്കിടാറുണ്ടായെങ്കിൽ എല്ലാവക്ക വളരെ സന്തോഷമാണ്, സൗന്ദര്യമാണ്. നൻ്റെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടാവുക തീരാണ്ട് ഓർത്ത ചിന്തിക്കിടാണ്ടായെങ്കിൽ ഈ ദുനിയാവേ സ്വർഗ്ഗമാണ്, അത്രയും റാഹത്താവും. അള്ളാഹു തൗഫീഖ് തരട്ട്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ട്, ഹക്ക് പോലെ മനസ്സിലാക്കി പിന്തുടരകൂ, ബാത്തിൻ്റെ മനസ്സിലാക്കി ഒഴിവാക്കൂ. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് തരട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.